അപ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരോട് ഏറ്റവും വേഗം എതിലേ ഇറങ്ങിപ്പോരാമോ അതിലേക്ക് ചാടിപ്പോര് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാനും പറഞ്ഞിരുന്നു. കേട്ടവർ കേട്ടു, കേൾക്കാത്തവർ കേട്ടില്ല. ഇതിങ്ങനെ പറയാൻ കാര്യമുണ്ട്. കാരണം ഈ സീസ് ഫയർ എന്ന് പറയുന്ന കലാപരിപാടി അത് വലിയ ഒരു കൊടുങ്കാറ്റിൻ്റെ തുടക്കം മാത്രമാണ്. ഒരു സീസ് ഫയറും അവിടെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രധാന കാരണം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഒരു പാർട്ടിയാണ്, പക്ഷേ സീസ് ഫയർ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടിയല്ല. അത് ആർക്കും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്. മൂന്ന് പേര് തമ്മിലാണല്ലോ യുദ്ധം. തമ്മിൽ എന്ന് പറഞ്ഞാൽ രണ്ടു പേര് ഒരു വശത്ത്, ഒരാൾ മറ്റേ വശത്ത്. ഇതാണല്ലോ യുദ്ധം. അപ്പം ഈ മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട് അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ റോൾ എന്താ? അപ്പോൾ മാത്രമല്ല, ഇവർ തമ്മിൽ എത്തിച്ചേരാൻ പോകുന്ന കരാർ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പുറത്തുവിട്ടതിനകത്ത് എല്ലാ വെടിനിർത്തലും ഉണ്ട്, അതിൻ്റെ കൂടെ ലെബനോൻ ആൻഡ് എൽസ്വെയർ എന്നും കൂടെ പറഞ്ഞു. ഇസ്രായേലിന് ചോദിച്ചു, നീ ആരാ ലെബനിൽ വെടിവെക്കരുതെന്ന് പറയാൻ? എന്ത് സംഗതി, എന്ത് സീസ് ഫയർ? ഞാനിതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. രണ്ട് കാര്യം നെതന്യാഹു പറഞ്ഞു. ഒന്ന്, ഇറാനെ ആണവശക്തിയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. രണ്ട്, ഇറാൻ്റെ ഈ പ്രോക്സി വാർ ഉണ്ടല്ലോ, ലെബനിൽ ഹിസ്ബുള്ള, യമനിൽ ഹൂത്തി, ഗാസയിൽ ഹമാസ്, ഈ കലാപരിപാടിയൊന്നും പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ബാക്കി നിങ്ങൾ ചർച്ച ചെയ്യൂ, എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നെതന്യാഹു അങ്ങേരുടെ പാട് നോക്കുകയാണ്. അങ്ങേര് ലെബനെ ആക്രമിച്ചു, മിനിഞ്ഞാന്ന് ആക്രമിച്ചു. 10 മിനിറ്റിനകം 100 സ്ഥലത്ത് ആക്രമിച്ചിട്ട് 300 പേര് മരിച്ചു. 254 ആദ്യം എണ്ണിയത്, പിന്നെ അത് 300 ആക്കി. ഇനിയും ഈ തകർന്ന കെട്ടിടങ്ങളുടെ താഴെ എത്ര പേര് കിടപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു. പാകിസ്ഥാൻ ഇതിൽ ആള് കളിക്കാൻ നോക്കി, മധ്യസ്ഥത എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ റോള് വന്നത്? പാകിസ്ഥാൻ മധ്യസ്ഥനായി കഴിഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ജയറാം രമേശൊക്കെ ഇറങ്ങിയിട്ട്, മോദിയെ എന്തിനു കൊള്ളാം, പാകിസ്ഥാൻ മധ്യസ്ഥരായത് കണ്ടില്ലേ, അതല്ലേ ഇതല്ലേ, കഴിവ് വേണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഡയലോഗാണ്. ബാക്കിയുള്ളവനിവിടെ നമ്മൾ മധ്യസ്ഥത നമ്മുടെ തലയിൽ വരാത്തതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കച്ചറയ്ക്കുള്ളിൽ തല വെച്ച് മധ്യസ്ഥത എന്നൊക്കെ പറഞ്ഞ് പോയാലുണ്ടല്ലോ, ആ ചുഴിയിൽ നമ്മൾ പെട്ടുപോകും. ചില്ലറ കളിയാണ് അവർ കളിക്കുന്നത്. ഇനി പാകിസ്ഥാൻ എങ്ങനെ മധ്യസ്ഥനായി അത് നിങ്ങൾക്കറിയാം. ഒരു മധ്യസ്ഥൻ വേണം. അപ്പോൾ അമേരിക്ക മനസ്സിൽ കണ്ടു, അതൊരു ഇസ്ലാമിക രാജ്യമാകണം, എങ്കിലേ ഇറാനൊരു വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. കാരണം സീസ് ഫയർ ആണല്ലോ, അതും അമേരിക്കയുമായിട്ടുള്ള സീസ് ഫയർ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യം വേണം. ഷിയ രാജ്യം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഉള്ളതെല്ലാം സുന്നിയാണ്. ആ സുന്നിക്കുള്ളിൽ ശകലം ഷിയയൊക്കെ കിടപ്പുണ്ടെങ്കിലും ഭരണക്കാർ മുഴുവൻ സുന്നികളാണ്. ജോർദാൻ സുന്നിയാണ്. ജോർദാൻ്റെ തലയിൽ ഇറാൻ ഒരു മിസൈൽ ഇട്ടിട്ടുണ്ട്. തുർക്കിയെയും 1-2 മിസൈൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം ജോർദാൻ പോയി, തുർക്കി പോയി. ഈജിപ്തിനോട് ചോദിച്ചപ്പോൾ ഈജിപ്റ്റ് പറഞ്ഞു, ഞാൻ രണ്ടാമനായിട്ട് നിൽക്കാം, സഹായിക്കാം, ഒന്നാമനായിട്ട് മുന്നിൽ നിൽക്കാനൊന്നും ഞാനില്ല. ഈജിപ്റ്റ് പോയി. കാരണം ഈജിപ്റ്റ് പറഞ്ഞു, എൻ്റെ തൊട്ടടുത്ത് കിടക്കുകയാണ് ഇസ്രായേൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഈജിപ്റ്റ് ഞാൻ വരാൻ കൂടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷേ ഇറാൻ അവരെ മുഴുവൻ ആക്രമിച്ചിട്ടിരിക്കുക. പിന്നെ എങ്ങനെ അവരെ മധ്യസ്ഥരാക്കാൻ പറ്റും? പറ്റില്ല. ഇന്തോനേഷ്യയോട് ചോദിച്ചു. ഇന്തോനേഷ്യ പറഞ്ഞു, മധ്യസ്ഥതയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഒരു കാര്യം, നിങ്ങളുടെ ഈ വഴക്ക് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ എംബസി ഇന്തോനേഷ്യയിൽ തുറക്കുകയും ഇസ്രായേലിൽ ഇന്തോനേഷ്യയുടെ എംബസി തുറക്കുകയും ഒക്കെ ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. ഫലത്തിൽ അവർ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞു ഇന്തോനേഷ്യ.
അപ്പോൾ പിന്നെ ഇറാൻ അവരെ അംഗീകരിക്കുമോ? ഇല്ല. അങ്ങനെ വെട്ടി 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 അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ മാത്രമുണ്ട്. അപ്പോൾ ട്രംപ് JD വാൻസിനോട്, വിറ്റ്കോഫിനോട് ഒക്കെ ചോദിച്ചു, ആ വാവളപ്പന്മാരെ വിശ്വസിക്കാവൂടൂ? അല്ല, ഇപ്പോൾ വേറെ ആളില്ലല്ലോ ചേട്ടാ. നമ്മൾ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ നമ്മൾ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ തള്ളിക്കളയുകയും ചെയ്യും. ഏതായാലും ഇവനെ ഏൽപ്പിക്കാം, എന്തെങ്കിലും ചെയ്യട്ടെ, എവിടെയെങ്കിലും ഒന്ന് ഒരു കടവിൽ അടുപ്പിക്കണമല്ലോ. ശരി എന്ന് പറയും. ഷെഹബാസ് ഷെറീഫിനെ ആസിം മുനീർ എന്താ സാറേ, എടാ നീ ഒരു മധ്യസ്ഥ, പിന്നെ എന്താ ഞങ്ങൾ കൊട്ടാരം മധ്യസ്ഥക്കാരാ പണ്ട് പോലെ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങളൊരു 15-ന് പരിപാടി നിന്റെ തരും, അത് നീ ഇറാന് കൊണ്ടുപോയി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ, ഇപ്പം തന്നെ കൊണ്ടുപോകാം. എടാ പറയുന്നത് പോകാതെ ഇവന് തരും. ഇല്ലേ, പണ്ട് അമ്പാടന് ആലപ്പുഴയ്ക്ക് പോകുക നിങ്ങൾ കേട്ടിട്ടില്ല? അമ്പാട ഒന്ന് ആലപ്പുഴയ്ക്ക് പോകണമല്ലോ എന്ന് പറയുകയും അമ്പാടനെ കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞു ഇയാൾ എവിടെ പോയി എന്നറിഞ്ഞൂടാ. കുറേ നേരം കഴിഞ്ഞപ്പോൾ വയർത്ത് കുളിച്ച് അമ്പാടം വരുന്നു. താൻ എവിടെ പോയിരുന്നുള്ളൂ? ആലപ്പുഴയ്ക്ക്. താൻ എന്തിനാ ആലപ്പുഴയ്ക്ക് പോയത്? അല്ലെ, എന്നോട് പറഞ്ഞില്ലേ ആലപ്പുഴയ്ക്ക് പോകാൻ. ഇതാണ് അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയ കഥ. ഇതുപോലെയാണ് ഷെഹബാസ് ഷെറീഫ് ഇത് കേട്ടപാടെ ഇറങ്ങി പോകാൻ തുടങ്ങി. നിൽക്കടാ അവിടെ, ഈ കഴുതയെ കൊണ്ട് തോറ്റു. ദേ ഈ കടലാസ് നോക്ക്, ഇതിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതുപോലെ മെയിലായിട്ട് ഇറാനിലേക്ക് അയക്കണം. അതൊക്കെ ഞാൻ ഏറ്റവും കൊണ്ടുപോയി. ഇയാൾ ഇറാനിലേക്ക് അയച്ചു. ഇറാൻ അവിടുന്ന് ഒരു സാധനം ഇയാൾക്ക് അയച്ചു കൊടുത്തു. അത് അമേരിക്കയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. ഇതിനിടയ്ക്ക് ഇറാൻ ഇയാൾ ട്വീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അയച്ചു. ഡ്രാഫ്റ്റ് എന്ന് തന്നെ, ഡ്രാഫ്റ്റ് ടു ബി പോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്ന് ഏറ്റവും മുകളിൽ എഴുതിയിട്ട് മാറ്ററും എഴുതി. അപ്പോൾ ഇയാൾ എക്സിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് എന്നുള്ള പോർഷൻ തട്ടിക്കളയണ്ടേ, അത് ചെയ്തില്ല. ഞാനിത് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു. അതും കൂടെ ചേർത്ത് ഇയാൾ ട്വീറ്റ് ചെയ്തു. അത് പിടിക്കപ്പെട്ടു, ഇല്ലാത്ത ചെളി മുഴുവനായി. അപ്പോൾ ആകെ പ്രശ്നമായി. ട്രംപ് ചോദിച്ചു, എന്താണ് ഇതൊക്കെ? അല്ലാതെ ഞാൻ ഇച്ചിരി പേരെടുക്കാനായിട്ട്. നീ പേരെടുക്കാൻ, ഇവിടെ മനുഷ്യൻ്റെ പ്രാണം പോകാൻ നേരത്തെ നീ പേരെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതിന് ട്രൂത്ത് സോഷ്യലിൽ പുള്ളി കുറിച്ചു. എൻ്റെ പട്ടാളം എല്ലാം അവിടെ തന്നെ ഉണ്ടാകും, ന്യൂക്ലിയർ ആകാൻ ഒന്നും ഇറാനെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. 15 ദിവസം ഇറാന് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് 15 ദിവസം കൊടുത്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് സ്വസ്ഥമായിട്ട് ആളുകൾക്ക് പോകാവുന്ന രീതിയിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേളം. ഇറാനപ്പോൾ പറഞ്ഞു, ഞാനൊന്നിനുമില്ല, ചർച്ചയും വേണ്ട, മണ്ണാങ്കട്ടയും വേണ്ട. ദേ അപ്പുറത്താ നെതന്യാഹു കണ്ടില്ലേ ലെബനെ അടിക്കുന്നത്, ഹിസ്ബുള്ളയാണ് അടിക്കുന്നത്. ഹിസ്ബുള്ളയൊക്കെ ഞങ്ങളുടെ പിള്ളേരാ, ഞങ്ങൾ ചോറും ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്നവരാ, അത് നടക്കുമെന്ന് ഞാനൊന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞു. പാകിസ്ഥാൻ കാലിൽ വീണ്, എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ ഇടപെട്ട് പോയതാണ്, എന്നെ നാണം കെടുത്തിട്ട് ചേട്ടൻ അവിടം വരെ ഒന്ന് വന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരെത്തുകൊണ്ട് 2 പേര്, ശനിയാഴ്ച മീറ്റിംഗ് നടക്കും എന്നാണ് സങ്കല്പിച്ച് വെച്ച്. മീറ്റിങ്ങിന് വരുന്നത് JD വാൻസ്, നമ്മുടെ സ്റ്റീവ് വിറ്റ്കോഫ്, ഞാൻ പറയാറുള്ള വാൻസിനില്ലേ, ട്രംപിൻ്റെ കൂടെ പണ്ട് കുടിപ്പള്ളി കൊടുത്തി പഠിച്ചിരുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ യോഗ്യത. ബാക്കി പുള്ളി ഈ ബിൽഡറൊക്കെയാണ്, ഫ്ലാറ്റൊക്കെ കെട്ടുക, അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ജാറിഡ് കുഷ്ണർ, അത് ട്രംപിൻ്റെ മരുമകനാണ്, മകളുടെ ഭർത്താവ്. അപ്പോൾ ഈ ട്രംപിൻ്റെ കുടുംബക്കാരെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർ വരും. പിന്നെ ഇറാനിൽ നിന്ന് അവരുടെ സ്പീക്കർ വരും. എങ്ങനെ ഈ സ്പീക്കർ വരുന്നു? വേറെ ആരും ഇല്ലാഞ്ഞിട്ട് എല്ലാവരും ചത്തുപോയി. സ്പീക്കർ വരും. പിന്നെ അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, ഈ 2 പേര് വരും. ഇങ്ങനെ 3, 2, 5 പേരാണ്. പിന്നെ ഷഹബാസ് ഷെറീഫ്, മുനീർ ചായ എടുത്തു കൊടുക്കാൻ, പരിപ്പുകൾ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് ആളൊക്കെ ആയിട്ട് അവിടെ സെറീനയോ അങ്ങനെ എന്തോ ഒരു ഹോട്ടൽ ഇസ്ലാമാബാദിൽ, ആ പ്രദേശം മുഴുവൻ ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് വാൻ സുരക്ഷയൊക്കെ ഒരുക്കി വെള്ളമൊക്കെ തെളിച്ച് അങ്ങനെ ശുദ്ധി ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് കേൾക്കുന്നു. ഇപ്പം ഈ സാധനം ഇപ്പോൾ ഫ്രജൈൽ സീസ്ഫയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഫ്രജൈൽ പീസ് എന്ന് പോലും പറയുന്നില്ല, ഫ്രജൈൽ സീസ്ഫയർ, ഏത് നിമിഷവും തകർന്നു പോകാവുന്ന ഒരു സീസ്ഫയർ. ടെക്നിക്കലി അത് തകർന്നു കഴിഞ്ഞു. കാരണം
ഇസ്രായേൽ ലെബനനെ ഹിസ്ബുള്ളയെ ആക്രമിച്ചു. ഇറാൻ മിനിഞ്ഞാന്ന് വരെ ഗൾഫ് കൺട്രീസിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഒരു ദിവസമാണ് ആരെയും ആക്രമിക്കാഞ്ഞത്. അതിന് പ്രത്യേക വല്ല ദിവസമായതുകൊണ്ട് ചെയ്യാഞ്ഞതാണോ അതോ സീസ് ഫയർ ആയിട്ട് ചെയ്യാഞ്ഞതാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു എന്ന് നാട്ടുകാരെല്ലാം പറയുന്നു. തുറന്നാണ് കിടക്കുന്നതെന്ന് ഇറാനും അമേരിക്കയും പറയുന്നു. ഞാനതിൻ്റെ സത്യാവസ്ഥ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. പല കപ്പൽ മുങ്ങിയും പാതി മുങ്ങിയും പതച്ചും ഒക്കെ കിടക്കുകയാണ് അവിടെ. ഇതിൻ്റെ നടുക്കൊക്കെ കൂടെ പുതിയ കപ്പലുകൾ കൊണ്ടുപോകാനുള്ള പ്രയാസം. മാത്രമല്ല, തുറന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളുടെ പെർമിഷൻ വാങ്ങിച്ചൊക്കെ വേണം പോകാൻ. ചുരുക്കി പറഞ്ഞാൽ പഴയ കണ്ടീഷൻ തന്നെ. അങ്ങനെയൊക്കെയാണ് ഇറാൻ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു ദിവസം ഒരു 140 കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ 2 മുതൽ 7 വരെ കപ്പൽ, 7 എന്ന് വെച്ചു മാക്സിമം 7 കപ്പലാണ് പോയിട്ടുള്ളത്. ഇതാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നതിൻ്റെ വിവരം. അപ്പോൾ വാസ്തവത്തിൽ ഈ സിറ്റുവേഷനിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. 1-2 ദിവസം അമേരിക്കൻ പട്ടാളക്കാർക്ക് വിശ്രമിക്കാം, ഇത്രയേ ഉള്ളൂ. അത് എപ്പോൾ ആ വിശ്രമം തീരും എന്നറിഞ്ഞൂട. ഇത് കൂടാതെ ഇറാൻ്റെ ഉള്ളിൽ കയറി അമേരിക്ക ഒരു പ്രകടനം നടത്തിയിരുന്നല്ലോ, അവരുടെ ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്നുള്ള മട്ടിൽ. അവിടെ പോയിട്ട് അവിടെ 2 C-130 വിമാനങ്ങൾ, പിന്നെ വേറെ 2 ചെറിയ വിമാനങ്ങൾ, 4 ഹെലികോപ്റ്റർ, ഇതെല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ച സംഭവം. ഇത് ശരിക്കും അവരുടെ ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ സ്റ്റോറേജ്, അതിൻ്റെ അടുത്താണ് ഈ സംഭവം. അപ്പോൾ അമേരിക്ക ഈ യുറേനിയം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ചിലരൊക്കെ അമേരിക്ക അത് കൈക്കലാക്കി എന്നും പറയുന്നുണ്ട്. അത് കൈക്കലാക്കി, അത് 460 കിലോ ഉണ്ടായിരുന്നു. അതിപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്. കാരണം C-130 വിമാനങ്ങൾ 2 തവണ 3 തവണ അവിടെ ഇറങ്ങിയിരുന്നു. 2 തവണ ഇറങ്ങിയത് അവരുടെ കമാൻഡോസിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. 260 കമാൻഡോസോ മറ്റോ 2 പ്ലെയിനിലായിട്ട് പോയിരുന്നു. ആ 2 പ്ലെയിനെ അവർ തന്നെ നശിപ്പിച്ചു. എന്നിട്ട് പുതിയൊരു പ്ലെയിനിൽ C-130 തന്നെ, അത് 2 ട്രിപ്പ് അടിച്ച് ഇത്രയും പേരെ കൊണ്ടുവന്നു. 3ാമത്തെ ട്രിപ്പ് അടിച്ചത് എന്തിന്? 3ാമത്തെ ട്രിപ്പിൽ ഈ 460 കിലോ യുറേനിയം കടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ബോൾഡായിട്ട് ഇനി സീസ് ഫയർ ആകാം എന്ന് പറഞ്ഞത് എന്നും പറയുന്നു. ദൈവത്തിനറിയാം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ. ഏതായാലും യുദ്ധം ഇതുകൊണ്ട് തീരാൻ പോകുന്നില്ല. ഇതിലും ഭീകരമായ എന്തോ വരാനിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കാർന്ന ഒരു മോദി പിള്ളേരോടെല്ലാം എല്ലാം തിരിച്ചു വാടാമെന്ന് 2 മാസം മുമ്പ് തന്നെ പറഞ്ഞതാണ്, തിരിച്ചു വാ. എന്നിട്ടും വരാതെ കിടപ്പുണ്ട്. അവിടെ ഏതാണ്ട് 700ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്ക്. ഈ 700 പേര് എത്രയും വേഗം തിരിച്ചു വരണം എന്ന് ഇന്ത്യ ഗവൺമെൻറ് വെറുതെ അങ്ങ് ആവശ്യപ്പെടുകയില്ലല്ലോ. സീസ് ഫയറില്ലേ, വെടിനിർത്തലായി, ഇനിയിപ്പോൾ സംഗതികൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുമല്ലോ. അല്ല, ഇത് വഷളാവാനാണ് പോകുന്നത്. ആ കാര്യം നെതന്യാഹുവിനും അറിയാം. നെതന്യാഹു സൂത്രത്തിൽ നരേന്ദ്രമോദിയുടെ ചെവിയിൽ പറഞ്ഞു കാണും, ചേട്ടൻ്റെ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റിക്കോ. എന്തത്? അത് ഞാൻ കംപ്ലീറ്റ് അടിച്ച് നിരത്താൻ പോകുന്നു. ഞാൻ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ്റെ ആൾ മറ്റേ ആളുടെ ആൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ലെബനിൽ ഇപ്പോൾ സിവിലിയൻസിനെ അല്ലേ അടിക്കുന്നത്. ചേട്ടൻ ആലോചിച്ച് നോക്ക്, ഇറാനെ ഞങ്ങൾ ആക്രമിച്ചു, ഞാനും ആക്രമിച്ചു, ട്രംപും ആക്രമിച്ചു. 2700 പേരാണ് ഇറാനിൽ മരിച്ചത്. ആ 2700-ൽ 2500-ഉം പട്ടാളക്കാരാണ്. 200 പേര് മാത്രമേ സിവിലിയൻസ് കൊല്ലപ്പെട്ടുള്ളൂ. ഇത്രയും വലിയ ആക്രമണം ഞങ്ങൾ നടത്തിയിട്ട് 13,000 സ്ഥലത്ത് ഞങ്ങൾ ബോംബും മിസൈലും ഇട്ടിട്ട് വെറും 200 സിവിലിയൻസിനെ കൊല്ലപ്പെട്ടുള്ളൂ. കാരണം സിവിലിയൻസ് ഞങ്ങളുടെ ടാർഗറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇനി സിവിലിയൻസ് ആണോ പട്ടാളക്കാരാണോ ഒന്നും നോക്കാതെയുള്ള ബോംബിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഇറാൻകാർ എൻ്റെ നാട്ടിൽ ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് കാർപ്പറ്റ് ബോംബിംഗ് നടത്തി. ഞാൻ അങ്ങോട്ട് ചെയ്തോ? ഇല്ല. എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അല്ല. എൻ്റെ കയ്യിൽ യന്ത്രമില്ലാഞ്ഞിട്ടാണോ? അല്ല.
ഞാൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് എൻ്റെ പ്ലാനുണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ ആൾക്കാരെ വേഗം ചേട്ടൻ അവിടെ നിന്ന് മാറ്റിക്കൊള്ളണം. പിന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. ഇതാണ് നെതന്യാഹു മോദിയോട് പറഞ്ഞത്. മോദി പറഞ്ഞു, താൻ ആള് കൊള്ളാമല്ലോട്. നെതന്യാഹു പറഞ്ഞു, ഞാൻ ഇച്ചിരി കൊള്ളാവുന്നവൻ തന്നെ, ഞാൻ തറവാടിയാണ്, ചേട്ടനും ഞാനും തമ്മിൽ ഒരു വാക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചേട്ടനോട് ഞാൻ പറയുന്നു ആൾക്കാരെ വേഗം മാറ്റിക്കോ. അതോടെ മോദി പെട്ടെന്ന് നോട്ടീസ് കൊടുത്തു, എല്ലാം ഇങ്ങ് പോരടാ മക്കളെ എന്ന് പറഞ്ഞിട്ട്. ഇനിയും പോരാതെ ആരെങ്കിലും അവിടെ കിടക്കുകയാണെങ്കിൽ ചത്തുപോകുമെന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. ഈ വലിയ വലിയ ശക്തികളുടെ അടുത്തൊക്കെ വെറുതെ മസിൽ പിടിക്കാൻ പോകരുത്, മധ്യസ്ഥതയ്ക്കും പോകരുത്. മധ്യസ്ഥത നമ്മുടെ തലേന്ന് ഒഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ മധ്യസ്ഥനായിരിക്കും അവസാനം പൂരിയെ കൊരങ്ങനെ പോലെ പെട്ട് പോകുന്നത് മധ്യസ്ഥനായിരിക്കും. പാകിസ്ഥാനിൽ മധ്യസ്ഥത വഹിക്കാൻ പോയിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? UAE 3.5 ബില്യൺ ലോൺ എടുത്തിരുന്നു പാകിസ്ഥാൻ. UAE പറഞ്ഞു, ഞാൻ കാശില്ലാതെ വിഷമിക്കുകയാണ്, അതുകൊണ്ട് വേഗം അത് തിരിച്ചു തന്നു. കൊടുക്കണ്ടേ? 11-ാം തീയതി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൗദി അറേബ്യ പറഞ്ഞു, എനിക്കൊരു 6-6.5 ബില്യൺ തരാനുണ്ടല്ലോ, താൻ നാളെ തരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തന്നെ കണ്ടിട്ടില്ല. അയ്യോ ചേട്ടാ, അതിപ്പോൾ ചോദിക്കരുത്, എൻ്റെ കാശില്ല. കാശില്ല, താൻ നാളെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് നാളെ തരായിട്ട് വേറെ കാശ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ 6.5-യും 3.5-യും $10 ബില്യൺ പാകിസ്ഥാൻ ഈ 11-ാം തീയതിക്കകം ഉണ്ടാകും. പാകിസ്ഥാനിൽ പെട്രോളിൻ്റെ വില എത്രയാണെന്നറിയാമോ? 358 രൂപ. ആ റേഞ്ചിലാണ്. പാകിസ്ഥാൻ രൂപയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ 150-160 രൂപ ലിറ്ററിന്. എന്നാലും നമ്മുടേതിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഡീസലിന് പാകിസ്ഥാൻ രൂപ 420 മറ്റോ ആയി. കാരണം ഇവർക്ക് കടവും തിരിച്ചു കൊടുക്കണ്ടേ. കടം അവർ യുദ്ധത്തിലും പ്രശ്നത്തിലും ഒക്കെ നിൽക്കുകയില്ല, അപ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ. ഇത് ഇപ്പം തരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞാണ് ഈ മേടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് ചേട്ടാ ഒരു 100 രൂപയും എടുത്തേ, ഞാൻ ഇപ്പം കൊണ്ടുവരാമെന്ന്. പിന്നെ ആ ആളിനെ കാണില്ല 10 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അയാളോട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളെന്തോ കുറ്റക്കാരനെന്നോ മട്ടിൽ അയാൾ നമ്മളെ തുറച്ചു നോക്കുക. ഇതൊക്കെയാണ് പരിപാടി. ഇതേ പരിപാടിയാണ് പാകിസ്ഥാൻ്റെ. സൗദി അറേബ്യ പിന്നെ ഇഷ്ടംപോലെ കാശൊക്കെ ഉള്ളതുകൊണ്ട് അവർ കോട്ടയം എന്നൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു. ഇപ്പം അവർ വിടില്ല. കാരണം അവർക്ക് പാരവയ്ക്കാനുള്ള ഏർപ്പാടാണ് ഈ സീസ് ഫയർ എന്ന് പറയുന്നത്. ഇപ്പോൾ വെടിനിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അവർ അമേരിക്കയോട് പലതവണ പറഞ്ഞു, യുദ്ധം നിർത്തുകയൊന്നും ചെയ്യരുത്, ഈ വന്ന വാക്കിന് ഇറാൻ്റെ നട്ടെല്ലൊടിച്ചിട്ടേക്കണം, അല്ലെങ്കിൽ ഇറാൻ ഞങ്ങളുടെ നെഞ്ചത്ത് കയറും, ഞങ്ങളുടെ സംരക്ഷണം നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കിയിട്ടും പിന്നെയും ട്രംപ് 2 ആഴ്ച യുദ്ധം നിർത്തി. അത് സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ ഇവർക്ക് ആർക്കും അത് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനോട് വെയ്യട കാശ് എന്നൊക്കെ പറയുന്നത്. ശരി, പാകിസ്ഥാൻ ഇപ്പോൾ എവിടെ നിന്ന് കാശെടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മൂക്കറ്റം കടത്തിന് നിൽക്കുക, മൂക്കറ്റം. ഇപ്പം ഈ 11 ബില്യൺ കൊടുക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്നും മേടിക്കണം. അമേരിക്ക കുഞ്ഞു കാശ് കൊടുക്കും. അമേരിക്ക ഇപ്പം ഡെയിലി രൂപ എത്ര ചിലവായി ഈ യുദ്ധത്തിന് തന്നെ? 2 ബില്യൺ പെർ ഡേ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. 2 അല്ല 2.2 ആണെന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധന്മാർ തർക്കിക്കുന്നത്. എന്തുവാകട്ടെ, അമേരിക്കയും ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ അവസ്ഥയിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയ്ക്ക് പോയിട്ട് മധ്യത്തിൽ കിടന്ന് ഇടയിൽ കിടന്ന് പിടയുകയാണ്. ആ ഗതി നമുക്ക് വന്നിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിവേകശാലിയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. താങ്ക് യു.